നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. 4 വോട്ടിന് മതേതരത്വത്തിനെതിരായ നിലപാടിലേക്ക് ലീഗ് പോകില്ലെന്നും സാദിഖ് അലി തങ്ങൾ. തലശ്ശേരിയിൽ ഓടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി അപകടകരമായ റീൽസ് ചിത്രീകരണം. വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി ബസ് ജീവനക്കാർ. പിണറായി എരുവെട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ അക്രമം. അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും തകർന്നു. കൊയിലൂർ മടപ്പുരയ്ക്ക് സമീപം വയലിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സഖ്യം എവിടെയും ഉണ്ടായിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അത് അവസാനിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ചാണ് അവർ പറയുക. 4 വോട്ടിന് മതേതരത്വത്തിനെതിരായ നിലപാടിലേക്ക് ലീഗ് പോകില്ലെന്നും സാദിഖ് അലി തങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. കേരളത്തിൻ്റെ പൊതുമനസ്സ് എന്നുള്ളത് അത് വർഗീയതക്കെതിരാണ്, വിഭാഗീയതക്കെതിരാണ്. സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മനോഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വെച്ച് പുലർത്തുന്നത്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ അത് വ്യക്തമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിലൊരു ആശങ്കയുമില്ല. ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് പല ഘട്ടങ്ങളിലും. പക്ഷേ ആ ലക്ഷ്യമൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. അവിടെ നമുക്കൊരു പാരമ്പര്യമുണ്ട്. കേരളത്തിൽ പ്രബുദ്ധമായൊരു സമൂഹമാണ്, പ്രബുദ്ധമായ സംസ്കാരമുള്ളവരെ ഉത്ബുദ്ധരാണ്. അവരൊന്നും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല. ഓരോ പാർട്ടിക്കും അവരുടേതായ ആശയങ്ങൾ ഉണ്ടാകും. അതിനനുസരിച്ചാണ് അവർ പറയുക. 4 വോട്ടിന് മതേതരത്വത്തിനെതിരായ നിലപാടിലേക്ക് ലീഗ് പോകില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് ലീഗിന് രാഷ്ട്രീയമുണ്ട്. ലീഗിന് മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞ് നടക്കുകയല്ല ലീഗിന്റെ ജോലി. ലീഗിന്റെ നയമുണ്ട്, അത് നടപ്പാക്കാനുള്ള ആ ഒരു പരിശ്രമത്തിലാണ് ലീഗ്. ഇതിനെ ഈ വർഗീയത ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നു, ഇത് തള്ളിപ്പറയുന്നു. ലീഗും അത്തരത്തിലൊരു നിലപാടിലേക്ക് പ്രത്യേകിച്ച് മതേതരത്വ സങ്കല്പം ഉയർത്തുമെന്ന് പറയുമ്പോൾ തള്ളിപ്പറയേണ്ടതില്ല. ലീഗ് എന്നും മതേതരത്വത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ളതാണ്. മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വർഗീയതയുമായി ഒരു നിലക്കും രാജിയാവുകയില്ല. മതേതരത്വത്തിന്റെ നിലപാടുകളുമായിട്ടാണ് ലീഗ് മുന്നോട്ട് പോകുക. ഞങ്ങൾ ഒരിക്കലും മതേതരത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് പോവുകയില്ല. 4 വോട്ടുകൾക്ക് വേണ്ടി മതേതരത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് ലീഗ് പോവുകയില്ല. സീറ്റ് വിഭജനത്തെ ചർച്ചകൾ നടക്കുകയാണ്. വിജയസാധ്യതയാണ് പ്രധാനം. അതിനനുസരിച്ച് തീരുമാനമെടുക്കും. ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നും സാദിഖ് അലി പറഞ്ഞു. തലശ്ശേരിയിൽ ഓടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി അപകടകരമായ റീൽസ് ചിത്രീകരണവുമായി വിദ്യാർത്ഥികൾ. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് റീൽസ് ചിത്രീകരിച്ചത്. പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബസ് ജീവനക്കാർ. അതേസമയം സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ എടുക്കും. തലശ്ശേരി നഗരത്തിൽ അത്യന്തം അപകടകരമായ റീൽസ് ചിത്രീകരണവുമായി വിദ്യാർത്ഥികൾ. തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തലശ്ശേരി വടകര റൂട്ടിലോടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി റീൽസ് ചിത്രീകരിച്ചത്. ബസ് നിർത്തി കുട്ടികളെ കയറ്റി മുന്നോട്ടെടുക്കുമ്പോഴാണ് കണ്ടക്ടർ ശിവാനന്ദൻ പിറകിൽ ഏണി പിടിച്ചു നിൽക്കുന്ന കുട്ടികളെ കണ്ടത്. ഉടൻ താൻ പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾ ഓടുകയായിരുന്നെന്ന് ശിവാനന്ദൻ പറഞ്ഞു. നടന്നിങ്ങനെ ജോലിയാക്കി പിള്ളേർ സ്കൂളിൽ പിള്ളേരിങ്ങനെ ജോലിയാക്കി നടന്ന് നോക്കുമ്പോഴത്തേക്ക് ബസ്സിൻ്റെ ഡോറും പിടിച്ചിട്ട് തുള്ളുന്നത്. അപ്പോൾ ഞാൻ കണ്ടോടി ഇത് നമുക്ക് വലിയ ഡേഞ്ചറല്ലേ. ബസ്സിന് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ ഒരു 50 മണിക്കായിരിക്കും കുട്ടികൾ തെറിച്ച് പോയി കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ ഫുൾ ടൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോപ്പാക്കി കുട്ടികളെ ഇറങ്ങാൻ പറഞ്ഞു. കുട്ടികൾ എന്നെ കണ്ടവടനെ ഓടിക്കഴിഞ്ഞു. സൈക്കിളിൽ ത്രിബിൾ കയറി തിരക്കേറിയ റോഡിലൂടെ ഓടിക്കുന്നതും കുട്ടികൾ തന്നെ പുറത്തുവിട്ട റീൽസിലുണ്ട്. തിരക്കേറിയ റോഡിലെ റീൽസ് ചിത്രീകരണം നെഞ്ചിടിപ്പോടെയെ കണ്ടു നിൽക്കാനാകും. സ്കൂളുകളിൽ മൊബൈലുകൾക്ക് കർശന വിലക്കുള്ളപ്പോഴാണ് വിദ്യാർത്ഥികളുടെ റീൽസ് ചിത്രീകരണം. അതേസമയം സ്കൂളിന് പുറത്ത് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് പരിമിതികളുണ്ടെന്നും ബസ് സ്റ്റോപ്പിൽ പോലീസ് സാന്നിധ്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെന്നും സ്കൂൾ അധികാരികളും വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ
രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. പിണറായി എരുവെട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രനൂപിന്റെയും BJP പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ അക്രമം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അക്രമം നടന്നത്. വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും അക്രമികൾ തകർത്തു. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പ്രനൂപിന്റെ വീടിനു നേരെ അക്രമം നടന്നത്. വീടിന്റെ ജനൽച്ചില്ലുകളും ഗൃഹോപകരണങ്ങളും അക്രമികൾ എറിഞ്ഞു തകർത്തു. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 2 BJP പ്രവർത്തകരുടെ വീടിനു നേരെയും ആക്രമണമുണ്ടായതായി പരാതിയുണ്ട്. ആദിത്യൻ, വൈശാഖ് എന്നിവരുടെ വീടുകളാണ് ആക്രമിച്ചത്. ഇവർക്ക് ക്ഷേത്ര പരിസരത്ത് വെച്ച് മർദ്ദനമേറ്റതായും പരാതിയുണ്ട്. സംഘർഷം വ്യാപിച്ചതോടെ അക്രമസ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എരുവട്ടി, പാനുണ്ട മേഖലകളിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ക്ഷേത്ര പരിസരത്തും സംഘർഷം ഉണ്ടായതെന്നാണ് കരുതുന്നത്. പൊയിലൂർ മടപ്പുരയ്ക്ക് സമീപമുള്ള വയലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് സ്ഥലം കത്തി നശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സും പോലീസും ചേർന്ന് തീയണച്ചു. അതേസമയം തന്നെ തൊട്ടടുത്ത കുന്നിൻ മുകളിലും തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഇവിടെയും ഏറെ പണിപ്പെട്ട് തീയണച്ചു. KP മോഹനൻ MLA, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര വികസനവും കർഷക ക്ഷേമവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംഗമം ജംഗ്ഷനിലെ ഹൈപ്പർ മാർക്കറ്റ് ബിൽഡിംഗിൽ സജ്ജീകരിച്ച ഓഫീസിന്റെയും കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട് ഓഫീസിന്റെയും ഉദ്ഘാടനം തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ V. സതി നിർവഹിച്ചു. കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തലശ്ശേരി ശാഖ ഓഫീസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ V. സതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മളിന്നിവിടെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ കാർഷിക മേഖലയിൽ ഏറ്റവും നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് 47ാമത് ബ്രാഞ്ച് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും ഇതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്താകമാനം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ലോക ജനത തന്നെ വലിയ പ്രയാസവും ദുരിതത്തിലേക്കാണ് നമ്മുടെ ജനങ്ങൾ പോകുന്നത്. തീർച്ചയായും ഈ കാർബൺ ഒഴിവാക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തെ തന്നെ നമ്മളെടുത്താൽ കാർഷിക മേഖലയ്ക്ക് കുറേയും കൂടി ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനവും കൂടിയാണ്. കാർഷിക മേഖലയിലെ സമഗ്ര വികസനവും കർഷകക്ഷേമവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ പുതിയ ബ്രാഞ്ചാണ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തലശ്ശേരി സംഗമം ജംഗ്ഷനിലെ ഹൈപ്പർ മാർക്കറ്റ് ബിൽഡിംഗിൽ സജ്ജീകരിച്ച ഓഫീസിൻ്റെയും കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട് ഓഫീസിൻ്റെയും ഉദ്ഘാടനമാണ് വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ നടന്നത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആക്ട് 2002 പ്രകാരം രൂപീകൃതമായ ഈ സൊസൈറ്റി കർഷകർക്ക് മികച്ച സേവനങ്ങളും
സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങ് തലശ്ശേരി സംഗമം മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. ചലച്ചിത്രതാരം പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇതിനെ നമ്മൾ പറയുകയും നമ്മൾ ദിവസേന കഴിക്കുന്ന എന്താണ്? ഇപ്പം ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാ ദിവസവും മിക്കവാറും ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ്. ഞാനിപ്പോൾ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് തലശ്ശേരി വരുന്ന സമയത്ത് റെയിലിൻ്റെ സൈഡിൽ മുഴുവൻ കാണുന്ന എന്താണ്? നമ്മൾ മാലിന്യമുക്ത നവകേരളം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഒരു മാലിന്യമുക്ത നവകേരള പരിപാടിയുമായി സർക്കാർ നല്ല ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ നല്ല ശ്രമം നടത്തുമ്പോൾ ആരാ ഇത് ചെയ്യേണ്ടത്? നമ്മൾ പയ്യന്നൂർ മുതൽ ഇവിടുത്തെ വരെ യാത്ര ചെയ്യുന്ന റെയിലിൻ്റെ സൈഡിൽ എന്താ അവസ്ഥ? എല്ലാ പ്രദേശത്തും എന്തുണ്ട്? പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഡിസ്പോസൽ. നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? പേപ്പർ ഗ്ലാസ് നമുക്ക് തരുന്നു. ആ പേപ്പർ ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യും? കുടിച്ച് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ വലിച്ചെറിയും. ഇങ്ങനെ വലിച്ചെറിയുന്ന മനോഭാവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരോ അല്ലെങ്കിൽ ഏജൻസികളോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ മോഹൻ സാറ് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ട് ഇതേ വഴി നമ്മൾ അങ്ങോട്ട് പുറന്തള്ളിക്കൊണ്ടൊരു കാര്യമില്ല. അപ്പം നമ്മളത് പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കണം. നമ്മൾ കവിതയൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും. ഇത് ജലാശയം മലിനമാകുന്നു നമ്മൾ പറയുന്നു. ജലാശയം മലിനമാകുന്നത് വേറെ ആരുമില്ല, മൃഗങ്ങളൊന്നും. ഒരു മൃഗവും വന്നിട്ട് ജലം മലിനമാക്കുന്നില്ല. ആ ചെയ്യുന്ന മൃഗങ്ങൾ ആരാണ്? മൃഗങ്ങൾക്കറിയാം ഇതൊന്നും മലിനമാക്കാൻ വേണ്ടി പാടില്ല. പക്ഷികൾക്കറിയാം മലിനമാക്കാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ മലിനമാക്കുന്ന ആരാണ്? മണ്ണ് മലിനമാക്കുന്ന ആരാ? മണ്ണ് മലിനമാക്കുന്ന ആരാ? നമ്മൾ കർഷകരല്ലേ? നമ്മളെല്ലാവരും പറയും നമ്മൾ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാസവളവും രാസകീടനാശിനിയും ഒക്കെ ഒരു കാലത്ത് ഉപയോഗിച്ചത് അല്ലേ? നമ്മുടെ ഇന്ത്യ ജനസംഖ്യ വർദ്ധിക്കുന്നു. ആ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉൽപ്പാദനം വർദ്ധിക്കണം. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്ത് ചെയ്യണം? നമ്മൾ രാസവളവും രാസകീടനാശിനിയും ഒക്കെ ഉപയോഗിക്കണം നമ്മളോട് പറഞ്ഞു. അങ്ങനെയല്ലേ ഉപയോഗിച്ച്? സൊസൈറ്റി ചെയർമാൻ KV അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിൽ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തുടങ്ങി അതിൻ്റെ അവസാനം മരണം വരെയും ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല. അത് ഹോസ്പിറ്റൽ രംഗത്തായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും വ്യവസായ മേഖലയിലായിരുന്നാലും കാർഷിക മേഖലയിലായിരുന്നാലും ജീവനക്കാരുടെ മേഖലയിലായിരുന്നാലും വനിതാ സൊസൈറ്റികളായിരുന്നാലും പിന്നോക്ക വിഭാഗം സൊസൈറ്റി ആയിരുന്നാലും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും മാതൃകയായിട്ടുള്ള അമൂൽ പ്രസ്ഥാനമായിരുന്നാലും സഹകരണ പ്രസ്ഥാനം ഏറെ വേരൂന്നിയിട്ടുള്ള ഒരു മണ്ണിൽ ഈ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ച സമയത്ത് നമ്മൾ ചിലർക്കെങ്കിലും ഇനിയും കൂടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. തീർച്ചയായും ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 35 വർഷക്കാലത്തെ സഹകരണ ബാങ്കിംഗ് മേഖലയിലുള്ള അനുഭവ സമ്പത്ത് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി കയറുകയും അവസാനം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പദവിയിൽ റിസൈൻ ചെയ്ത് റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷമാണ് വേദിയിലുള്ള ദയാൻ സാർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ആലോചനയുടെ ഭാഗമായി ഒരു സൊസൈറ്റി, അതും മൾട്ടി സ്റ്റേറ്റ്, കേരളത്തിലും ഇന്ത്യയിലും മറ്റെല്ലായിടത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കണം എന്ന ചർച്ചയിലാണ്. അത് തീർച്ചയായും കാർഷിക മേഖലയിലാവണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാർഷിക മേഖല തെരഞ്ഞെടുത്തത്. കാർഷിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാർ കർഷക അവാർഡ് ജേതാക്കളായ ഗോപി കായലോട്ട്, PK ശശി, പുരുഷോത്തമൻ, C രാഘവൻ എന്നിവരെയും നാഷണൽ പ്ലാന്റ് ജീനോം അവാർഡ് ജേതാവായ സജീവൻ കാവുങ്കരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. സൊസൈറ്റി ബ്രാഞ്ച് ഹെഡ് MP ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ EP ജീവാനന്ദ്, നഗരസഭാ കൗൺസിലർ ഷാലിമ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളായ രാധാകൃഷ്ണൻ, സൊസൈറ്റി ഡയറക്ടർമാരായ രഞ്ജിത്ത്, ജസ്ലിൻ ജെയിംസ്, നിഷ രാജു, ദയാനന്ദ് പത്മാലയം, പ്രദീപ് കുമാർ, ചാൾസ് മാത്യൂസ്, PJ ബിനോജ്, ഷജിൽനാഥ്, റോമിയോ മാത്യൂസ്, TJ തോമസ്, VP മുരളി, M പ്രശാന്ത്, P പ്രജീഷ് കുമാർ, സോണൽ മാനേജർ ശ്രീജിത്ത് ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഡാൻസ് സ്റ്റുഡിയോ. ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തെലിച്ചേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ എത്തിച്ചേർന്ന വയോജനങ്ങൾക്ക് വേണ്ടി വീൽ ചെയർ കൈമാറി. സബ് രജിസ്ട്രാർ ജയേഷ് പൊയിൽ വീട്ടിൽ ട്രസ്റ്റ് ചെയർമാൻ MP അരവിന്ദാക്ഷനിൽ നിന്നും ഏറ്റുവാങ്ങി. തെലിച്ചേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ എത്തിച്ചേർന്ന വയോജനങ്ങൾക്ക് വേണ്ടി വീൽ ചെയർ കൈമാറി. സബ് രജിസ്ട്രാർ ജയേഷ് പൊയിൽ വീട്ടിന് ട്രസ്റ്റ് ചെയർമാൻ MP അരവിന്ദാക്ഷനാണ് വീൽ ചെയർ കൈമാറിയത്. തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തെലിച്ചേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് നടത്തിവരുന്ന നിരവധി പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. വയോജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് പല പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വരുന്നത്.
കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ രജിസ്റ്ററായി വരുന്ന വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഇവിടെ ഒരു വീൽ ചെയർ വേണമെന്ന സബ് രജിസ്ട്രാറുടെ ആവശ്യവും കൂടി പരിഗണിച്ച് എല്ലാവർക്കും സഹായകരമായ രീതിയിൽ ഞങ്ങളുടെ വകയായി ഒരു വീൽ ചെയർ ഇന്ന് സബ് രജിസ്ട്രാർക്ക് കൈമാറിയിരിക്കുകയാണ്. മേജർ പി ഗോവിന്ദൻ, പി വി ലക്ഷ്മണൻ, കെ ശ്രീനിവാസൻ, ടി എം ദിലീപ് കുമാർ, എ പ്രദീപൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സംഗമം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സംഗമത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത ഉദ്ഘാടനം ചെയ്തു. 4 പഞ്ചായത്തിൽ മന്ത്രി വിതരണം ചെയ്തുകൊണ്ട് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പാലിയേറ്റീവ് ജനകീയ സംഘടനയാക്കി മാറ്റാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനുവരി 15 മുതൽ 22 വരെ വിവിധ പരിപാടികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ദിവസം പാലിയേറ്റീവ് രോഗി ബന്ധുക്കളെയും മറ്റ് ആരോഗ്യ വളണ്ടിയർമാരെയും നമ്മുടെ സിസ്റ്റർമാരെയും ഇവിടെ യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ല ക്ലാസ് കൈകാര്യം ചെയ്യാൻ കൂടി തീരുമാനിച്ചത്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഞാനൊരു ആശാവർക്കറാണ്. ഇവിടെ ആശാവർക്കർമാർ ഇഷ്ടംപോലെ നെറ്റോടെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ആശാവർക്കറുമാണ്. ഞാനും ഇതുപോലെ ഫീൽഡിലെല്ലാം പോയിട്ട് രോഗികളെ പരിചരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ആ ഒരു സിസ്റ്റം ഇന്നില്ല. ശരിക്കും എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്ന ഒരു മരണം വരെ മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. സിസ്റ്റർമാരെ പൊതുവെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഭൂമിയിലെ മാലാഖമാർന്ന. യഥാർത്ഥത്തിൽ ഞാനത് നേരിട്ട് കണ്ടതാണ്. ആ അനുഭവത്തിലൂടെ പറയാണ്, ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ് ഈ സിസ്റ്റർമാരൊക്കെ. എല്ലാ സിസ്റ്റർമാരും നന്മയുടെ ഉറവിടം ഒരിക്കലും നമ്മുടെ ലോകത്ത് നിന്ന് നന്മ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നന്മയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സിസ്റ്റർമാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സുധീഷ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് നഴ്സുമാരായ ഗ്രീഷ്മ, റിജിന പി നായർ, പി റീജ, പി ഷൈൻ എന്നിവരെ ആദരിച്ചു. പാലിയേറ്റീവ് പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി സുനിൽ മാങ്ങാട്ടിടം ക്ലാസ് എടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാജീവൻ, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഉഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൈസാന റഷീദ് എന്നിവർ സംസാരിച്ചു. BDO DD തോമസ് സ്വാഗതവും ബാബു മണപ്പാട്ടി നന്ദിയും പറഞ്ഞു. കൂത്തുപറമ്പ് നഗരത്തിലെ 9 കലാ സാംസ്കാരിക സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച സംയുക്ത കലാസമിതിയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി നടത്തുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമായി. കൂത്തുപറമ്പ് പാലത്തുകര സംഗീത സഭ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. ഇപ്രാവശ്യത്തെ പ്രത്യേകത 23, 24, 25, 26 ദിവസങ്ങളിലായി 4 ദിവസങ്ങളിലായിട്ടാണ് റിപ്പബ്ലിക് ദിനാഘോഷം. എന്തുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ചുമതല കലാകാരന്മാർക്കും കൂടി ഉണ്ട്. അവരുടെ കല അതിന് ട്രിബ്യൂട്ടായി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ സംയുക്ത കലാസമിതി 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് നഗരസഭ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ശ്രീമതി MP ശ്രീജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് 4 ദിവസങ്ങളായി വ്യത്യസ്ത കൂത്തുപറമ്പ് കലാസമിതികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ്. കൂത്തുപറമ്പ് നഗരത്തിലെ 9 കലാ സാംസ്കാരിക സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച സംയുക്ത കലാസമിതിയുടെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കൂത്തുപറമ്പ് പാലത്തുങ്കര സംഗീത സഭാ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. വെള്ളിയാഴ്ച ദേശഭക്തി ഗാനാലാപനം, തുടർന്ന് തദ്ദേശ കലാകാരന്മാരുടെ സംഗീതം എന്നിവ അരങ്ങേറി. രാത്രി 8-ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MP ശ്രീജ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അംഗം N ധനഞ്ജയനെ ചടങ്ങിൽ ആദരിച്ചു. 24, 25 തീയതികളിൽ ആമിറ പടൻകർ നയിക്കുന്ന കഥക് വർക്ക്ഷോപ്പ് നടക്കും. 24-ന് രാവിലെ 9-ന് നർത്തകി AU രജിത ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ന് സംഗീത വിരുന്നും 7:30-ന് AM ദിലീപ് കുമാറും സംഘവും അവതരിപ്പിക്കുന്ന കർണാടിക് സംഗീത വിരുന്നും അരങ്ങേറും. 25-ന് വൈകിട്ട് 6-ന് ദേശഭക്തി ഗാനാലാപനവും 6:30-ന് മധുവന്തി നാരായണന്റെ ഹിന്ദുസ്ഥാനി കച്ചേരിയും ഉണ്ടാകും. 26-ന് രാവിലെ 5:30-ന് ആചാര്യമോഹൻ കുമാറിന്റെ പ്രഭാത സംഗീതവും വൈകിട്ട് 6-ന് ദേശഭക്തി ഗാനവും അരങ്ങേറും.
6:20 റിപ്പബ്ലിക് ദിന സമ്മേളനം, 7:10 ഗീതിക സുരേഷിന്റെ നങ്ങ്യാർകൂത്തും തുടർന്ന് കൈകൊട്ടിക്കളിയും നൃത്യങ്ങളും അരങ്ങേറും. 8:30 കലാദർപ്പണയുടെ നൃത്തവിരുന്നോടെ പരിപാടികൾ സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വിനോദ് നരോത്ത്, എൻ രാമദാസ്, പി രവീന്ദ്രൻ, ബി പി പത്മനാഭൻ, സി ശിവദാസ്, AU രജിത, PC ഷീജ, ജ്യോതി സാഗർ, KV സതി എന്നിവർ പങ്കെടുത്തു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് കൂത്തുപറമ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ പുതിയ ലോഗോ പ്രകാശനവും ലഹരി വിരുദ്ധ റോഡ് ഷോയും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MV ശ്രീജ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ നടന്ന പരിപാടി കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ MV ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ദീപക് ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെയും റോഡ് ഷോയുടെയും ലോഗോ പ്രകാശനം കൂത്തുപറമ്പ് SI TM വിപിൻ, കൂത്തുപറമ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജിജിൽ കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. M സിദ്ധാർത്ഥ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റാഷിദ്, ജിതിൻ, ജിഷിൻ, മേഘ്ന, വിപിൻ, റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജിടെക് കൂത്തുപറമ്പ് സെന്ററിൽ സമാപിച്ചു. ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജന ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238.
ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. തിരികെ വാർത്തകളിലേക്ക്. 50ാമത് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോട്ടയം പാല അൽഫോൺസ കോളേജിൽ തുടക്കമായി. ഈ മാസം 27 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലാ ആൺകുട്ടികളുടെ ടീമിനെ തലശ്ശേരിയുടെ ടി മുഹമ്മദ് അജ്മലും പെൺകുട്ടികളുടെ ടീമിനെ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ അഭിനയ നമ്പ്യാറും നയിക്കും. 50ാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കോട്ടയം അൽഫോൺസ കോളേജ് പാലായിൽ ഈ മാസം 27 വരെ നടക്കും. കണ്ണൂർ ജില്ലാ ടീമിനെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തലശ്ശേരി മുഹമ്മദ് അജ്മലും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ അഭിനയ നമ്പ്യാറും നയിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെയും തീരദേശ സുരക്ഷ ശക്തമാക്കുന്നതിന്റെയും ഭാഗമായി ധർമ്മടം തുരുത്തിൽ ദേശീയ പതാക ഉയർത്തി. തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ശ്രീകുമാർ ചടങ്ങിൽ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ധർമ്മടം തുരുത്തിൽ തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി ശ്രീകുമാർ ഇന്ത്യൻ പതാക ഉയർത്തി. अधिनायक जय है भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा. നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് നമ്മുടെ അതിർത്തിക്കുമെല്ലാം തന്നെ വളരെയധികം ഭീഷണി മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഭീകരന്മാരുടെ നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ. കഴിഞ്ഞ പഹൽഗാം അറ്റാക്കും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ അൺമാൻഡ് ആയിട്ടുള്ള എല്ലാ ഐലൻഡുകളിലും പച്ചത്തുരുത്തുകളിലും എല്ലാം ദേശീയ പതാക ഉയർത്തണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നാഷണൽ മിനിസ്ട്രിയുടെ എല്ലാം തന്നെ നിർദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ റായ്പൂരിൽ വെച്ച് നടന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് കർശനമായ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗവും നമ്മൾ ആർക്കും തന്നെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതോടനുബന്ധിച്ച് മനുഷ്യവാസമില്ലാത്ത മറ്റ് 4 ദ്വീപുകളിലും ഇന്ത്യൻ പതാക ഉയർത്തി. വിദേശ രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തെയും കടൽ വഴിയുള്ള തീവ്രവാദ ആക്രമണത്തെയും പ്രതിരോധിക്കുന്നതിനും തീരദേശ സുരക്ഷാ സേനയുടെ നിരീക്ഷണം ശക്തമാക്കുന്നതിനുമായാണ് പതാക ഉയർത്തിയത്. ചടങ്ങിൽ കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് വരുൺ, കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, IBU ഉദ്യോഗസ്ഥർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC വിദ്യാർത്ഥികൾ, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. പിണറായി വെസ്റ്റ് ശ്രീ കാടൻ ഡേരോത്ത് ഘണ്ടാകർണ ക്ഷേത്രത്തിൽ തിറമഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി. ശ്രീ കാടൻ ഡേരോത്ത് ഘണ്ടാകർണൻ ക്ഷേത്രത്തിൽ തിറമഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. ഗുളികൻ, ശൂലൻ, വീരൻ, ഭൈരവൻ, ഘണ്ടാകർണൻ, കുട്ടിച്ചാത്തൻ, കാർണവർ, വസൂരിമാല, ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ കെട്ടിയാടി. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. 4 വോട്ടിന് മതേതരത്വത്തിനെതിരായ നിലപാടിലേക്ക് ലീഗ് പോകില്ലെന്നും സാദിഖ് അലി തങ്ങൾ. തലശ്ശേരിയിൽ ഓടുന്ന ബസ്സുകളുടെ പിന്നിൽ കയറി അപകടകരമായ റീൽസ് ചിത്രീകരണം. വിദ്യാർത്ഥികൾക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി ബസ് ജീവനക്കാർ. പിണറായി എരുവെട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും വീടുകൾക്ക് നേരെ അക്രമം. അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും ഗൃഹോപകരണങ്ങളും തകർന്നു. കൊയിലൂർ മടപ്പുരയ്ക്ക് സമീപം വയലിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.